ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നീലനിലാവ് എന്ന കവിത ചൊല്ലി സമർപ്പിക്കുന്നു. വനസ്ഥനാം മാമുനി തൻ മനസ്സിലും വ്രജസ്ഥയാം മാനിനി തൻ വപുസ്സിലും മുറയ്ക്കൊളിഞ്ഞും വെളിവായുമങ്ങനെ കളിച്ചൊരാ നീലനിലാവിനെ തൊഴാം. ഓളത്തിലാടി പലതായി പിരിഞ്ഞോര സ്വന്തം മുഖത്തിൻ നിഴൽ നോക്കിയെപ്പോഴും പാലാഴിതൻ വക്കിലിരുന്നു കൊഞ്ഞനം കാട്ടുന്നൊര കുഞ്ഞിനു കൈ തൊഴുന്നു ഞാൻ. ധനം ഹരിശ്രീപദമെന്നിതോർക്കവേ മനം പുരട്ടിയിടുകയും നുണയ്ക്കയും അനുക്രമം യാതൊരു ഭാഗ്യശാലിയാം മനുഷ്യനാണുള്ളതവന്നു കൈ തൊഴാം. അലോകലാവണ്യമെഴുന്ന രാധതൻ വിലാസവായ്പായ നിലാവു തട്ടിയാൽ ഉറപ്പുപോയി താനെ അലിഞ്ഞു വീണിടും ഹിമാംശു കാന്താദ്രീതെത്ര മോഹനം. കിടക്കയിൽ കൺമിഴി ചിമ്മി രാവിലെ കിടന്നുറങ്ങുന്നൊരു കണ്ണനുണ്ണിയെ ഉണർത്തുവാൻ വേണ്ടി അടുത്തു ചെന്നുമൈ പുണർന്നിടും ധന്യ യശോദയെ തൊഴാം. ജനിച്ചു നീ ഇന്ദ്രനു രക്ഷ ചെയ്യുവാൻ അനുഗ്രഹിച്ചു ബലിയേയും അത്ഭുതം. പിറന്ന തദ്ദേവകിതൻ വയറ്റിലായി കളിച്ചതോ ഗോപിക തൻ ഗൃഹത്തിലും. ചുവന്ന നിൻചേവടി കൊണ്ടു രണ്ടിനാൽ ചവിട്ടു തന്നാൽ മതി ഞാൻ കൃതാർത്ഥനായി. അതിനു പോലും മടി കാട്ടുമെങ്കിലാണതീവ ഖേദം മനതാരിൽ മാധവ. വെറും മയിൽ പീലി അണിഞ്ഞു പാട്ടുമായി വരുന്ന കാർവർണ്ണനയൊന്നു കാണുവാൻ നിറഞ്ഞ സന്ധ്യയ്ക്കു നിരത്തിലൊക്കെയും നിറഞ്ഞു പൊന്നിൻ നിറമാർന്ന ഗോപിമാർ. കറുത്ത പാലുള്ള മിനുത്ത പൈക്കളെ കറന്നിടും ധന്യയശോദ തന്നെ
പുറത്തു പറ്റിക്കയറുന്ന കണ്ണനെ പുറത്തു കണ്ണാൽ ഇവനെന്നു കണ്ടിടും. യശോദ തന്നംഗമതിങ്കൽ നോക്കിയാൽ വിശേഷമായി കാർമുകിലിന്റെ ഛായയിൽ കറുത്തതായിട്ടൊരു വസ്തു കാൺമതെന്തറിഞ്ഞിടാനുണ്ടതിയായ കൗതുകം. പിഴച്ചതെല്ലാമുര ചെയ്തു കൃഷ്ണനെ പ്രദക്ഷിണം ചെയ്തു നമസ്കരിക്ക നീ. ഒരിക്കലും ശങ്കകൾ വേണ്ട ചിത്തമേ പൊറുത്തിടും തെറ്റുകള കൃപാനിധി. മാലിൽ കിടന്നിട്ടുഴലും ജനങ്ങളെ പാലിച്ചു കൊള്ളുന്നതിനായിടക്കിടെ ഭൂലോകമാകും ജയിലിൽ ജനിക്കുമെൻ പാലാഴിയിൽ പാർത്തിടുവോൻ സദാഗതി. കുളിച്ചിടുമ്പോഴും അശിച്ചിടുമ്പോഴും കളിച്ചിടുമ്പോഴും ഉറങ്ങിടുമ്പോഴും നിരന്തരം ഗോപികളാരെ മുത്തോടെ സ്മരിപ്പു ജ്ഞാനസുകുമാരനെ തൊഴാം. തിക്കിത്തിരക്കി ഭഗവൽ പദാംബുജം നക്കിത്തുവർത്തുന്ന പശുക്കിടാങ്ങളെ നോക്കിത്തെളി സ്നേഹരസത്തിലീക്ഷണം മുക്കിത്തലോടുന്ന മനോജമോഹനൻ. മരങ്ങൾ തൻ മൂട്ടിലിരുന്നു കൊണ്ടൊരാൾ മരാമരായെന്നു വിളിച്ച വേളയിൽ തിരിഞ്ഞു നോക്കിയിടിന കാതുപൊട്ടനാമരൂപനാമാവരുളട്ടെ മംഗളം. സമസ്ത സമ്പന്മണികൾക്കു സമ്പുടം പുമർദ്ധസൗധത്തിനു താഴികക്കുടം. രമയ്ക്കു പൊൽത്താലി സമാധി തന്റെ കൺമണിക്കു താലപ്പൊലി നന്ദനന്ദനൻ. ത്രയീകദമ്പത്തിലുമായർന്നാരി തന്നിതംബ കാഞ്ചീവലയത്തിലും സദാ വിലംബിയായി ഭക്തജനാനുകമ്പിയായി കലംബിയായുള്ളൊരു ബാലനാശ്രയം. ഒരൊറ്റ മന്ദസ്മിത പുഷ്പമെങ്കിലും മുരാരിവക്ത്രത്തിൽ വിരിഞ്ഞു കാണുവാൻ കൊതിച്ചു വാത്സല്യമുടായർ നാരിമാർ മഹേശ്വരിക്കെത്ര കഴിച്ചു നേർച്ചകൾ. മകന്റെ വക്ത്രത്തിൽ മനോഹരസ്മിതം കടിഞ്ഞിൽ പൂത്തങ്ങനെ കണ്ടവേളയിൽ സമീരനാഥന്നു യശോദ നേർച്ചയായി കഴിച്ചു പാൽപായസമായിരം കുടം. അനങ്ങിടാതൻ മനമേ നിനക്കണം മുനീന്ദ്രരോർക്കും ഭഗവൽ പദാംബുജം. എനിക്കിതാണുള്ളതു ചൊല്ലുവാനിനി തനിക്കു ബോധിച്ചതുപോലെ ചെയ്തിടാം. അനന്ത സൗഖ്യത്തിനൊരേ നിദാനമാം വിവേകവൈരാഗ്യമെനിക്കു നൽകുമോ? അസാധ്വിയാം പിങ്കളതൻ ദുരന്തമാം മഹാധനാശയ്ക്കു ധനാശി പാടിയോൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ദേവി സ്മരണയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഇന്നലെ
ചോറ്റാനിക്കര മകമായിരുന്നുവെങ്കിൽ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അമ്മയുടെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അത്ഭുത സ്വരൂപനായ ആനന്ദമൂർത്തിയായ ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ കഥകൾ, ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരോപാസന ഇന്ന് 941 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കവിതയോടുകൂടി തന്നെയാണ് നമ്മൾ ഇന്നും ആരംഭിച്ചത്. ദ്വാദശ സ്കന്ധം ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്നു. അതിൽ 7-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. പുരാണ ലക്ഷണങ്ങളെ ശാസ്ത്രാനുസരണം കേൾക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആ സൂതപൗരാണികൻ ഉഗ്രശ്രവസ് ശൗനകാദി ഋഷീശ്വരന്മാരുടെ മുമ്പിൽ നൈമിഷാരണ്യത്തിലിരുന്ന് പറയാൻ തുടങ്ങുന്നത്. സർഗോസ്യാധ വിസർഗശ്ച വൃത്തിരക്ഷാന്തരാണി ച വംശോ വംശാനുചരിതം സംസ്ഥാഹേതുരപാശ്രയ ദശഭിർലക്ഷണൈർയുക്തം പുരാണം തദ്വിദോ വിദു കേചിൽ പഞ്ചവിധം ബ്രഹ്മൻ മഹദൽപവ്യവസ്ഥയ. അസ്യ ഇതിന്റെ സംസ്ഥ നിരോധം, ഹേതു വാസന, ദശഭീ ലക്ഷണ 10 വിധം ലക്ഷണങ്ങളോട് യുക്തം യോജിച്ചിരിക്കുന്നു. അതിനെ പുരാണം എന്ന് തദ്വിദ ഇതിനെ അറിയുന്ന ആളുകൾ അറിയുന്നു. ഹല്ലയോ ഹേ ബ്രഹ്മൻ, കേചിത് മഹദൽപ വ്യവസ്ഥയ, മഹത്ത് അല്പം എന്ന വ്യവസ്ഥയോടുകൂടി പഞ്ചവിധം വിദു 5 ലക്ഷണങ്ങളാണ് എന്നും അറിയുന്നു. അപ്പൊ ചരാചരാത്മകമായിരിക്കുന്ന ഈ ലോകത്തിന്റെ സർഗം, വിസർഗം, വൃത്തി, രക്ഷണം, മന്വന്തരം, വംശം, ആ വംശത്തിൽപ്പെട്ടവരുടെ ചരിത്രം, പ്രളയം, സൃഷ്ടിക്ക് കാരണമായ ജീവരാശികളുടെ കർമ്മവാസനാഭേദം, ഒടുവിൽ മുക്തി. ഇങ്ങനെ 10 തരത്തിൽ ലക്ഷണങ്ങളോട് കൂടിയതാണ്, അല്ലെങ്കിൽ 10 വിധ ലക്ഷണങ്ങളോട് കൂടിയതാണ് പുരാണം എന്ന് പുരാണ സംഹിതയിൽ അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ നിർണയിച്ചിട്ടുള്ള മഹത്തുക്കൾ ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നു. എന്നാൽ ചില ആചാര്യന്മാർ 10 വിധം ലക്ഷണങ്ങൾ തികഞ്ഞത് മഹാപുരാണമാണെന്നും സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം എന്നിങ്ങനെയുള്ള 10 ലക്ഷണങ്ങളുള്ളത് മഹാപുരാണമാണെന്നും സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം എന്നീ 5 വിധത്തിലുള്ള ലക്ഷണം അടങ്ങിയിരിക്കുന്നത് ഉപപുരാണമെന്നും പറയപ്പെടുന്നു. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ എന്ന് നമ്മൾ ദ്വിതീയ സ്കന്ധത്തിന്റെ അവസാനത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ലക്ഷണങ്ങൾക്ക് ഒരേപോലെയല്ല എന്ന് ധരിക്കാതിരിക്കണം എന്നാണ്. സ്ഥാനം, പോഷണം എന്ന ആദ്യം പറഞ്ഞ ശബ്ദങ്ങളുടെ സ്ഥാനത്തിൽ അതേ അർത്ഥത്തെ കാണിക്കുന്ന വൃത്തി, രക്ഷണം. സ്ഥാനം എന്നുള്ളത് വൃത്തി, പോഷണം എന്നുള്ളത് രക്ഷണം. അന്തരാണി എന്ന് വെച്ചാൽ മന്വന്തരങ്ങൾ. വംശോ വംശാനുചരിതം എന്നുള്ളതിലൂടെ ഈശാനുകഥ. സംസ്ഥ എന്ന് പറഞ്ഞാൽ നിരോധം. ഹേതു എന്ന പദം കൊണ്ട് ജീവനെ ആശ്രയിച്ചിരിക്കുന്ന വാസനയുടെ ശബ്ദത്താൽ വാച്യയായിരിക്കുന്ന ഊതിയെ കാണിക്കുന്നു. അപ്പോ ലക്ഷണം പറഞ്ഞതിൽ ഒരു തെറ്റും വന്നിട്ടില്ല. ഇവിടെ പറഞ്ഞ ആ വാക്കുകളിൽ മാത്രം വ്യത്യാസം. സർഗോസ്യാധ വിസർഗശ്ച വൃത്തി രക്ഷാന്തരാണി ച വംശോ വംശാനുചരിതം സംസ്ഥാഹേതുരപാശ്രയ എന്ന് പറഞ്ഞു. അത് മറ്റൊരു തരത്തിൽ പറയുന്നതാണ് അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ എന്നുള്ളത്. അപ്പോ ഉപപുരാണങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പ് പറഞ്ഞ ലക്ഷണങ്ങളെ ആവർത്തിച്ചു പറഞ്ഞത് എന്ന് മാത്രമേ ഉള്ളൂ. അവ്യാകൃത ഗുണക്ഷോഭാൻ മഹതസ്ത്രിവിധോഹമ ഭൂതമാത്രേന്ദ്രിയാർത്ഥാനാം സംഭവ സർഗ ഉച്യത്തെ. എന്താണ് സർഗം
ഇങ്ങനെ ഓരോ ലക്ഷണങ്ങളെയും പ്രത്യേകം 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 പറയുക. അവ്യാകൃത ഗുണക്ഷോഭാൽ, അവ്യാകൃതത്തിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളുടെ ക്ഷോഭം കാരണം ഉണ്ടായ മഹതഃ, മഹത്തത്വത്തിൽ നിന്ന് ത്രിവിധ അഹമ, 3 തരത്തിലുള്ള അഹങ്കാരം, ഭൂതമാത്രേന്ദ്രിയാർത്ഥാനാം, ഭൂതങ്ങൾ, മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, അർത്ഥങ്ങൾ ഇവയുടെ സംഭവ, ഉൽപ്പത്തി, സർഗ ഉച്യത്തെ, സർഗം എന്ന് പറയപ്പെടുന്നു. സർഗം മുതലായവയുടെ സ്വരൂപം പ്രത്യേകം പ്രത്യേകം പറയുകയാണ്. അവ്യാകൃതം അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയപ്പെടുന്ന പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങൾ, അത് അന്യോന്യ സമ്മേളനം ഉണ്ടാകുമ്പോൾ ഒന്നാമത്തെ വികാരമായ മഹത്തത്വത്തിൽ നിന്ന് സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 ഭാവങ്ങളോടും 3 പേരുകളോടും കൂടിയ 3 തരത്തിലുള്ള അഹങ്കാരങ്ങൾ, അതിൽ നിന്ന് ശബ്ദാദികളാകുന്ന സൂക്ഷ്മഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അവയുടെ അർത്ഥങ്ങളായ ഭൂമി തുടങ്ങിയ ഭൂതങ്ങൾ, അവയുടെ ദേവതകൾ ഉണ്ടായി. ഈ സംഗതിയെ വിവരിക്കുന്നതാണ് ആദ്യത്തെ ലക്ഷണം. അതുകൊണ്ട് അതിന് സർഗം എന്ന് പേര്. പിന്നെ പുരുഷാനുഗൃഹീതാനാമേതേഷാം വാസനാമയ വിസർഗോയം സമാഹാരോ ബീജാൽ ബീജം ചരാചരം. പുരുഷാനുഗ്രഹീതാനാം, പുരുഷനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഏതേഷാം ഇവയുടെ വാസനാമയ, വാസനാസ്വരൂപമായതും സമാഹാര, സംഘാതാത്മകമായതും ബീജാത്, വിത്തിൽ നിന്ന് ബീജം ഇവ. ഇപ്പൊ ബീജത്തിൽ നിന്ന് ബീജം എന്നതുപോലെ, വിത്തിൽ നിന്ന് വിത്ത് എന്നതുപോലെ ചരാചരം യാ, ചരവും അചരവും, ചരാചരം ഏതൊന്നാണോ അയം ഇത് വിസർഗ, ഇത് വിസർഗം എന്ന് പറയപ്പെടുന്നു. വിസർഗ ഉച്യത്തെ എന്നുള്ളതാണ്. ഇത് അയം വിസർഗ എന്ന് പറഞ്ഞാൽ ഇത് വിസർഗം എന്നറിയപ്പെടുന്നു. അപ്പൊ വിസർഗം എന്താണ്? പരമപുരുഷനായിരിക്കുന്ന ഭഗവാനിന്റെ കടാക്ഷം കൊണ്ട് മഹദാദി തത്വങ്ങളുടെ അന്തർഭാഗത്തിൽ ലയിച്ച പൂർവകർമ്മ വാസനാപ്രധാനമായിരിക്കുന്ന കാര്യരൂപേണ പരിണമിച്ചിരിക്കുന്ന ചരവും അചരവുമായിരിക്കുന്ന പ്രാണിവർഗം, വിത്തിൽ നിന്ന് വൃക്ഷം, വൃക്ഷത്തിൽ നിന്ന് വിത്ത്, അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഇതേപോലെ പരമ്പരയുടെ ആ ക്രമമനുസരിച്ച് പ്രവാഹരൂപേണ കാണപ്പെടുന്നതിനെ വിസർഗം എന്ന് പറയുന്നു. അപ്പൊ സർഗവും വിസർഗവും പറഞ്ഞു. ഇനി അടുത്തത് വൃത്തിർഭൂതാനി ഭൂതാനാം, സർഗം വിസർഗം സ്ഥാനം എന്നുള്ളതാണ് വൃത്തി എന്നുള്ളത്. വൃത്തിർഭൂതാനി ഭൂതാനാം ചരാണാം അചരാണി ച കൃതാ സ്വേന നൃണാം തത്ര കാമാചോദനയാപി വാ. ചരാണാം ഭൂതാനാം, ചരങ്ങളായ ഭൂതങ്ങൾക്ക്, ഭൂതാനി അചരാണി ച, ഭൂതങ്ങളും അചരങ്ങളും, വൃത്തി കൃത, ആഹാരം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അത്ര, അതിൽ, നൃണാം സ്വേന കാമാത്, അവർക്ക് സ്വേന സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ടോ കാമം കൊണ്ടോ, ചോദനയാ വ അപി, പ്രേരണ കൊണ്ടോ, വൃത്തി കൃത, വൃത്തി ചെയ്യപ്പെടുന്നു. അപ്പോ വൃത്തി എന്താണ്? സഞ്ചരിക്കുന്ന ഭൂതങ്ങൾ, ചരങ്ങളായിരിക്കുന്നവർക്ക് സാമാന്യേന സഞ്ചരിക്കാത്ത ഭൂതങ്ങൾ, വ്രീഹീയവാദികൾ എന്നാ പറയാ, ആഹാരമായിട്ട് മാറുന്നു. അപ്പൊ ദുർലഭമായിട്ട് ചരങ്ങളും പ്രാണിവർഗങ്ങളും ആഹാരമായിട്ട് മാറുകയും ചെയ്യും. പൊതുവിൽ എങ്ങനെയാ? ചരങ്ങളായിരിക്കുന്നതിന് അചരങ്ങളാണ് ഭക്ഷണമായിട്ട് തീരുക. അപ്പൊ മനുഷ്യർക്കോ സ്വഭാവമനുസരിച്ച്, അവരുടെ കാമം, ആഗ്രഹമനുസരിച്ച്, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ പ്രേരണയനുസരിച്ച് ചരങ്ങളും അചരങ്ങളും ആഹാരമായിട്ട് മാറും. ഇങ്ങനെ ഓരോ ഭൂതങ്ങൾ മറ്റോരോ ഭൂതങ്ങളെയും ആഹാരമായി കണ്ടുകൊണ്ട് സ്വീകരിച്ചു ജീവിക്കുന്ന സമ്പ്രദായത്തെ വൃത്തി എന്ന് പറയുന്നു. ഇപ്പൊ ജീവോ ജീവസ്യ ജീവനം, ജീവവർഗത്തിന് ഉപജീവനദ്രവ്യം ജീവവർഗം തന്നെ, പൊതുവിൽ അങ്ങനെയാണ്. അപ്പൊ അതിനെയാണ് വൃത്തി എന്ന്
പറയുന്നത്. അങ്ങനെ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം. പോഷണം എന്നുള്ളതാണ് പോഷണം തത് അനുഗ്രഹ, ഭഗവാന്റെ അനുഗ്രഹത്തെയാണ് പോഷണം എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ഇവിടെ രക്ഷണം അല്ലെങ്കിൽ രക്ഷ എന്ന് മറ്റൊരു പദം ഉപയോഗിച്ചിരിക്കുന്നു. രക്ഷാച്യുതാവതാരേഹ വിശ്വസ്യാനു യുഗേ യുഗേ തിര്യങ് മർത്യർഷി ദേവേഷു ഹന്യന്തേ യൈസ്ത്രയീദ്വിഷാം. തിര്യങ് മർത്യർഷി ദേവേഷു, തിര്യക്കുകള് മർത്യന്മാര്, മനുഷ്യര്, ഋഷികൾ, ദേവന്മാര്. മർത്യന്മാർ എന്ന് പറയുമ്പോൾ ഋഷികള് മനുഷ്യരിൽ പെടും, പക്ഷെ അവർ പ്രത്യേക വിഭാഗമായിട്ട് പറഞ്ഞേക്കണം. ഇതിൽ അനുയുഗേ യുഗേ, യുഗങ്ങൾ തോറും അച്യുതാവതാരേഹ, അച്യുതന്റെ അവതാരങ്ങളും അതേപോലെ ഈഹകൾ എന്ന് പറയുന്ന ലീലകളും വിശ്വസ്യ രക്ഷ, വിശ്വത്തിന്റെ ഈ ലോകത്തിന്റെ രക്ഷയാണ് എന്ന് പറയപ്പെടുന്നു. യൈ ത്രയീദ്വിഷഃ ഹന്യന്തെ, അതുകൊണ്ട് വേദദ്വേഷികൾ, സനാതന ധർമ്മത്തെ ദ്വേഷിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുന്നു. ഇപ്പൊ രക്ഷ എന്താണ്? തിര്യക്കുകൾ, മനുഷ്യർ, ഋഷികൾ, ദേവന്മാര് എന്നീ വർഗങ്ങളിൽ യുഗം തോറും ഭഗവാന്റെ അവതാരങ്ങളും അതേപോലെ തന്നെ ലീലകളും ഉണ്ടാവാറുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ശിഷ്ടരക്ഷയും ദുഷ്ടശിക്ഷയും, അല്ലെ? വിശ്വരക്ഷയെ ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ ലക്ഷണത്തിന് രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ആ അവതാരമൂർത്തികളാൽ വേദമാർഗത്തെ തടസ്സപ്പെടുത്തുന്ന ലോകത്തിലെ സകല ദുർജനങ്ങളും ശത്രുക്കളും ഇല്ലാതെയാവുന്നു. അങ്ങനെ വരുമ്പോഴോ ദുർജനങ്ങളൊക്കെ ഇല്ലാതെയായി കഴിഞ്ഞാൽ അതിന്റെ ഗുണം ആർക്കാ ഉണ്ടാവുക? സജ്ജനങ്ങൾക്ക്, ഭഗവാന്റെ ഭക്തന്മാർക്ക്. അപ്പൊ ഭക്തന്മാർക്ക് രക്ഷ നൽകുന്നു, അല്ലെങ്കിൽ ഭക്തന്മാരെ ദുർജനങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ഇത് തന്നെയാണ് പോഷണം, അല്ലെ? പോഷണം തത് അനുഗ്രഹ, ഭഗവാന്റെ അനുഗ്രഹത്തെയാണ് പോഷണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സജ്ജനങ്ങൾക്ക് സൗഖ്യവും ലോകക്ഷേമവും ഉണ്ടാവാൻ വേണ്ടി ഭഗവാൻ രക്ഷ ചെയ്യുന്നു. അതാണ് ആ ലക്ഷണമായിട്ട് പറഞ്ഞത്. അപ്പൊ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഈ 4 തരത്തിലുള്ള ലക്ഷണങ്ങളെ പറഞ്ഞു. അതിന് പകരം ഇവിടെ എന്താ? സർഗം, വിസർഗം, വൃത്തി, രക്ഷ എന്നാണ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷണങ്ങൾ ഒന്ന് തന്നെ. അങ്ങനെയുള്ള 14ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ഇന്ന് ഭഗവത്പാദങ്ങളെ സമർപ്പിക്കാം. നാളെ 15ാമത്തെ മന്വന്തരം എന്ന ആ ലക്ഷണത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാൻ ഭഗവാൻ അവസരം തരട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം.
കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ
പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.